എനിക്കൊന്നും മടിക്ക് എൻ്റെ മോനൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. ഈ പൈസ ആണെങ്കിലും സഹായിച്ചിട്ട് അത്രയും വിഷമായിട്ട് 5 കൊല്ലം ഞാനിങ്ങനെ സഹിച്ചു നിൽക്കുന്നതിൻ്റെ മോനെ കണ്ടാണ്. തിന്നേം കുടിക്കാൻ കൂടി ഞാൻ ചെയ്യല് അത്രയും കഷ്ടപ്പെടിൻ്റെ മോനെ കാണാൻ നിൽക്കുന്നത്. ആരെങ്കിലും എൻ്റെ മോനെ ഒന്ന് കണ്ടെടുക്കാൻ സഹായിച്ചാൽ മതിയായി. അത്രയും വിഷമയില ഞാൻ നിൽക്കുന്നതിൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട്. എന്ത് പണി ഞാൻ ചെയ്യിക്കും എൻ്റെ മോനെ കിട്ടിയാൽ. എൻ്റെ മക്കളെ പാപ്പാനെ എല്ലാവരും കൂട്ടി ഒന്ന് സഹായിച്ചൊന്ന് ഇറക്കി തരണം. നിങ്ങളെല്ലാവരും സഹായം കൊണ്ടാണ് മാത്രമേ ഇനി എൻ്റെ ഭർത്താവിനൊരു മോചനം കിട്ടൂ. അത്രയ്ക്കും വിഷമത്തിലാണ് ഞാനുള്ളത്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് പാണക്കാട് കൊടപ്പനക്കൽ മുനവ്വർ അലി തങ്ങളുടെ വീട്ടിൽ നിന്നാണ്. ഇങ്ങനെയൊരു സഹായ അഭ്യർത്ഥനയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. പ്രവാസത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രിയ സഹോദരന്റെ മോചനത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. 5 വർഷക്കാലായി പ്രവാസത്ത് ജയിലിൽ കഴിയുന്ന പ്രിയ സഹോദരനെ ജയിൽ മോചിതനാക്കണമെങ്കിൽ നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 40 ലക്ഷം രൂപ ആ പ്രവാസത്ത് കെട്ടിവെച്ചാൽ മാത്രമേ ആ സഹോദരനെ നമുക്ക് ജയിൽ മോചിതനാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നിവൃത്തിയില്ലാത്ത ഈ കുടുംബത്തിന്, യാതൊരു നിർവാഹവും ഇല്ലാത്ത ഈ കുടുംബത്തിന് ആ ഒരു തുക കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ മക്കളുടെ പിതാവിനെ, ഈ ഉമ്മയുടെ മകനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും തള്ളിക്കളയില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പ്രവാസത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു സഹായ അഭ്യർത്ഥന സ്വീകരിക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ മുനവ്വർ അലി തങ്ങളും നിങ്ങളോട് ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന്റെ കോണ്ടാക്ട്സും അക്കൗണ്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്ത് ഈ കുടുംബത്തെ ഈ ഒരു കരച്ചിൽ നിന്ന് കരകയറ്റണമെന്ന് വീണ്ടും വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷാർജയിലെ ജയിലിൽ കഴിയുന്ന നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ഫദർ റഹ്മാൻ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വിഷയമായി ഇവിടെ നമ്മൾ ഒത്തുകൂടിയതാണ്. ഫദർ റഹ്മാൻ കഴിഞ്ഞ 5 വർഷമായി ചില കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമായി വിധി വന്നിട്ടുണ്ട്. അവരുടെ കുടുംബം ഏറെ ആഗ്രഹിക്കുന്നത് അവരുടെ ജയിൽ മോചനമാണ്. ഈ ഒരു അവസ്ഥയിൽ കോടതി വിധിച്ചത് 2 ലക്ഷം ദിർഹം പിഴയായി കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം 40 ലക്ഷം രൂപ ഇവിടെ കണക്കാക്കപ്പെടുന്ന ഒരു സംഖ്യയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വലിയ സംഖ്യ കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ സുഹൃത്തുക്കളും അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഖ്യ റൈസ് ചെയ്യുന്നതിന് വേണ്ടി, അതിവിടെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അമർഷ അദ്ദേഹം ഇവിടെ ഒരു വീഡിയോ ചെയ്തു. മറ്റ് പല ചാനലുകളിലൊക്കെ ഈ ഒരു വിഷയം അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ഏറ്റെടുക്കണം, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകൾ അദ്ദേഹത്തിനുണ്ട്. ആ കുടുംബത്തിന് സന്തോഷം നൽകുന്നതിന് വേണ്ടി എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. സെയ്ദ് കുടുംബത്തിലെ പ്രിയങ്കരനായ സെയ്ദ് മുത്തുക്കോയ തങ്ങളുടെ മകൻ സെയ്ദ് ഫസൽ റഹ്മാൻ എന്ന യുവാവ് നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ ഷാർജ ജയിലിൽ കഴിയുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപയോളം വേണമെന്നാണ് അറിയാൻ സാധിച്ചത്. നിത്യജീവിതത്തിൽ തന്നെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കുടുംബത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും സഹായഹസ്തമാണ് ആ സഹോദരനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധ്യമാകുന്നത്.
ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് ഇറങ്ങണമെങ്കിൽ അവിടുത്തെ അധികൃതർ പറയുന്നത് മോചനദ്രവ്യമായിട്ട് ഏകദേശം 40 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. അത് താങ്ങാനുള്ള ഒരു കെൽപ്പുള്ള കുടുംബമല്ല അത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരെ നമുക്ക് പുറത്തിറക്കാൻ പറ്റൂ.